വല്ല കാര്യം ഉണ്ടായിരുന്ന ആവശ്യമില്ലാതെ ഓരോന്നിടത്ത് തലമണ്ടയിലോട്ട് വെക്കും. ബിജുക്കുട്ടണ്ണ, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും ഇല്ലെന്നൊന്ന് പറഞ്ഞേക്കണേ. സംഭവം വേറെ ഒന്നുമല്ല. ഇന്നലെ 2 എണ്ണം അടിക്കാൻ വേണ്ടി ഞാൻ ഒരു ബിവറേജിൽ പോയി കുപ്പി എടുക്കാൻ വേണ്ടി. കറണ്ട് പോയ സമയമായിരുന്നു. ഭയങ്കര അടിയും ബഹളവും. SI വന്ന് അവിടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ആ തക്കം നോക്കി SI പുഴുങ്ങിയ 2 മുട്ട മോട്ടിച്ചിട്ട് തിരിഞ്ഞതും അവിടുത്തെ ഗുണ്ടയായിരുന്നു കച്ചവടക്കാരൻ. ഒറ്റ വെട്ട്. ഈ വെട്ട് ഞാൻ മാത്രമേ കണ്ടോളൂ, വേറെ ആരും കണ്ടില്ല. SIയും കണ്ടില്ല. SI തിരിഞ്ഞിരിക്കുകയല്ലായിരുന്ന. സാക്ഷിയാണോ? ഇപ്പൊ സാക്ഷിയാണ്. ഞാനിപ്പോ SIയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, സാറിന് വന്നാ മതിയെന്ന്. പക്ഷെ പ്രശ്നം ഇപ്പൊ അതല്ല. ഗുണ്ട ഈ കാര്യം അറിഞ്ഞ് ഞാൻ പറയണെങ്കിൽ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കിട്ടും. ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും എന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഞാൻ ഇവിടുന്ന് നാട് വിടാൻ പോവേണ്. ഗുണ്ടയുടെ കാര്യത്തിൽ തീരുമാനമാകും. ആരാ? ഉതുപ്പ്, കാട്ടാക്കട ഉതുപ്പ്. എടാ, പോലീസിന്റെ ചന്തിക്ക് ഞാൻ കത്തിക്ക് വരഞ്ഞ കാര്യം നീ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നല്ലടാ. അത് കണ്ട ഏക വിൻസെന്റ് നീയല്ലടാ. അല്ല, ഞാൻ സുനിലാണ്. അല്ല, നീയാണ് വിൻസെന്റ്. അയ്യോ, എന്റെ പേര് സുനില്. നാട്ടുകാര് പറഞ്ഞല്ല കണ്ട വിൻസെന്റ് നീയാണെന്ന്. ഫിറ്റ്നസ് ആണോ എന്ന് വെച്ചാ? ദൃക്സാക്ഷി. ഈ സാക്ഷി തന്നെ, നീയാണ് സാക്ഷി. എനിക്ക് നീ പറഞ്ഞു കൊടുത്ത, എനിക്ക് സ്റ്റേഷനിലോ കോടതിയിൽ കയറുന്നൊന്നും എനിക്ക് വലിയ പുത്തരിയല്ല. പിന്നെ ഇപ്പോഴത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എന്റെ മോടെ കല്യാണമായിരിക്കുവാണ്. അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്താ മോളുടെ പേരെന്തുവാ? ഹിന്ദു തണുപ്പ്. ഈ പെമ്പിള്ളേർക്കാരെങ്കിലും ഹിന്ദു തണുപ്പ് എന്നൊക്കെ പേരുള്ളൂ. മോഹൻലാലിന് ഹിന്ദു ചൂടൻ എന്നിടാങ്കി എന്റെ മോക്ക് ഹിന്ദു തണുപ്പ് എന്നിട്ടാ ആർക്കടെ കുഴപ്പം? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം അവസാനമായിട്ട് ചോദിക്കുവാ, നീ എന്റെ കാര്യം ആ പോലീസിനോട് പറഞ്ഞു കൊടുക്കാൻ പോണെന്ന് അറിയാം. നീ പറഞ്ഞു കൊടുക്കോടാ. പറയോ നീ? കാരണം ഞാനൊരു പൗരനാണ്. എനിക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു കേരളീയനാണ്, ഭാരതീയനാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായ പോലീസുകാരനോട് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. നിന്റെ ധൈര്യം സമ്മതിച്ച് ഇതുവരെ ഒരാണും എന്റെ നേർക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. നിനക്ക് ഞാൻ വല്ലതൊക്കെ തരണമല്ലോ. ദൈവമേ, അങ്ങനെ എന്തായാലും കൊടുക്കണം. ഇല്ലെങ്കിൽ പാവം ചെറുക്കനല്ലേ. അയ്യോ, സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ടാണോ? സ്നേഹം കൊണ്ടല്ല. ദീപാവലിക്കൊക്കെ ഇങ്ങനെ കത്തിച്ച് വിടുമ്പോ മേളിൽ പോയി പൊട്ടിത്തെറിച്ച് കുട പോലെ വരുന്നൊരു വാണം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിന്ന് കാണാം. ഈ മാലയില് ബോംബാ. മാലയിലല്ലോ, മഹാരാഷ്ട്രയിലല്ലേ ബോംബെ. ചാവാൻ നേരവും നിന്റെ കോമഡി അതല്ല. ഈ മാലയില് ബോംബാണ്. ഈ റിമോട്ട് ഇട്ട് പൊട്ടിക്കും ഞാൻ. അയ്യോ, പൊട്ടിക്കല്ലേ. പൊട്ടിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ രൂപമോ കാര്യങ്ങളോ ഒന്നും പോലീസ് വരുമ്പോ നീ പറഞ്ഞു കൊടുക്കരുത്. അയ്യോ, ആരോ വരുന്നു. നമുക്ക് തികയോടെ ഒരു അരയും കൊണ്ടുവന്ന് ഒരു ഫുള്ള് കൊണ്ടുവരാൻ പറ. അയ്യോ, അതല്ലെന്ന് ആരോ വരുന്നു. പോലീസുകാരൻ വരുന്നുണ്ട്. ഞാൻ കൊല്ലും. അയ്യോ, അയ്യോ, വേദന സഹിക്കാൻ പറ്റില്ലേ?